രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു പാർവതി. കാശി വിളിക്കുന്നതും പ്രതീക്ഷിച്ചു ഫോൺ നോക്കിയാണ് കിടക്കുന്നത്. അപ്പോഴത്തെ ദേഷ്യത്തിൽ വരുന്നില്ല പറഞ്ഞെങ്കിലും അവൾക്ക് അവനെ കാണാഞ്ഞിട്ട് വിളിക്കാഞ്ഞിട്ടും സങ്കടമുണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് വിളിച്ചപ്പോൾ ഫോൺ ഓഫായിരുന്നു. അവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നി. ഒരിക്കൽ കൂടി കാശിയെ വിളിക്കാൻ വേണ്ടി ഫോൺ കയ്യിൽ എടുത്തതും ഋഷിയുടെ ഫോണിൽ നിന്നും ഒരു കോൾ അവൾക്ക് വന്നു. ആ സമയത്ത് അവൻ്റെക്കാൾ പ്രതീക്ഷയില്ലായിരുന്നു. അത് അവളുടെ മുഖത്ത് വ്യക്തമായിരുന്നു. ഒട്ടും താല്പര്യമില്ലാതെ അവൾ ഫോൺ എടുത്തു. ഫോണിലൂടെ ഋഷി പറഞ്ഞത് കേട്ട് വിശ്വാസം വരാതെ പാർവതി തറഞ്ഞു നിന്നു. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. കയ്യിൽ നിന്നും ഫോൺ ഉതിർന്ന് താഴെ വീണു. വാതിലിൽ മുട്ട കേട്ട് ആണ് പാർവതി സ്വബോധത്തിൽ വന്നത്. കുറച്ചു മുന്നേ കേട്ടതൊന്നും സത്യമാവില്ല എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പാർവതി വേഗം പോയി വാതിൽ തുറന്നു. പുറത്ത് നിൽക്കുന്ന ജാനകിയുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ മാത്രമായിരുന്നു കേട്ടതെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കാൻ. അവൾ ഒരു തേങ്ങലോട് അവരുടെ കൈയിലേക്ക് വീണു. ഋഷി വന്ന് അവളെ വിളിച്ചെങ്കിലും പാർവതി ജാനകിയുടെ മടിയിൽ കിടന്നു കരയുകയായിരുന്നു. അവളുടെ കരച്ചിൽ കണ്ടു മാധവനും സുമിത്രയും കണ്ണീർ വാർത്തു. പാറുവ, നിനക്ക് കാണണ്ടേ? ഋഷി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ വേഗം എഴുന്നേറ്റ് അവനെ നോക്കി. എനിക്ക് കാണണം. എന്നെ കൊണ്ട് പോകുമോ ഋഷി? നീ വാ. ഋഷിയുടെ കയ്യിൽ പിടിച്ച് അവൾ എഴുന്നേറ്റു. അവൻ്റെ കൂടെ കാറിൽ കയറി പോകുമ്പോൾ അവളുടെ മുന്നിൽ ചിരിക്കുന്ന കാശിയുടെ മുഖം മാത്രമായിരുന്നു. ഓർക്കുന്തോറും അവൾക്ക് ഹൃദയം പൊടിയുന്നത് പോലെ തോന്നി. പാർവതിയെ വിളിക്കാതെ അവളെ കാണാൻ വേണ്ടി പോവുകയായിരുന്നു കാശി. അവൾ വിളിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അത് ഓഫാക്കി വെച്ചു. ചുണ്ടിൽ നനത്തൊരു ചിരിയോടെ പാർവതിയുടെ ഓർമ്മകൾ അവൻ പോയി. പെട്ടെന്നാണ് അവൻ്റെ ബേക്കിന് മുന്നിൽ ഒരു ജീപ്പ് വട്ടം ചാടിയത്. കാശി ബേക്ക് വെട്ടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ അതിൽ നോക്കി. അപ്പോഴാണ് അതിൽ നിന്നും കുറച്ചാളുകൾ കയ്യിൽ വടിയും കത്തിയും ആയി ഇറങ്ങി വന്നത്. തനിക്കുള്ള പണിയാണെന്ന് മനസ്സിലായി കാശി ബേക്കിൽ തന്നെ ഇരുന്നു. ഞങ്ങൾക്ക് താങ്കളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു, അതിൽ ഒരുത്തൻ പരിഹാസം കലർന്ന ചിരിയോടെ പറഞ്ഞു. കാശി അത് കേട്ട് ചിരിച്ചുകൊണ്ട് കൈ രണ്ടും കെട്ടി നിന്നു. ഡാ, നിന്നെ ഇറക്കാൻ ഞങ്ങൾക്കറിയാമടാ. ഒരുത്തൻ അലറിക്കൊണ്ട് കാശിയുടെ നേരെ പാഞ്ഞു. കാശി അപ്പോഴും അതേ ഇരിപ്പ് തന്നെയായിരുന്നു. അവൻ എടുത്തെത്തിയതും അതിൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. വന്നവൻ അതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു പോയി നിലത്ത് വീണു. കാശി പതിയെ ബേക്കിൽ നിന്നും ഇറങ്ങി മുണ്ട് മടക്കി കുത്തി. കയ്യിൽ ഷർട്ട് കയറ്റി വെച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ ഇറക്കാൻ മാത്രം മക്കൾ വളർന്നിട്ടില്ല. അതൊക്കെ പോട്ടെ, ആരാ മക്കളെ പറഞ്ഞു വിട്ടത്? ഇടുമ്പോൾ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളവരെ കൊണ്ടുവരേണ്ടേ? ഇതിപ്പോൾ ഒരു ചവിട്ടിന് തന്നെ അവൻ്റെയൊക്കെ ജീവൻ പോയി. അവനല്ലേ പോയിട്ടുള്ളൂ. ഞങ്ങൾ ഇനിയും 3-4 പേരുണ്ടല്ലോ. ഡാ, ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഫോണൊന്ന് ഓണാക്കി വെക്കട്ടെ. അല്ലെങ്കിൽ എൻ്റെ പെണ്ണ് വിളിച്ച് എന്നെ കിട്ടിയില്ലെങ്കിൽ കരയും. അവളൊക്കെ ഇപ്പോൾ എത്തിനടുത്ത് എത്തിക്കാണും. നീ വെറുതെ ടെൻഷൻ ആവണ്ട. അയാളുടെ വാക്കുകളിൽ നിന്നും വന്നിരിക്കുന്ന ചതി കാശിക്ക് മനസ്സിലായി. തൻ്റെ പാറുവിന് എന്തെങ്കിലും സംഭവിച്ചു എന്നോർത്ത് അവനാകെ വല്ലാതായി. ആ സമയം അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി അതിൽ ഒരുത്തൻ അവന് നേരെ കത്തിയുമായി പാഞ്ഞു. ഒരു നിമിഷം മാറിയത് കൊണ്ട് അത് അവൻ്റെ ഷർട്ടിൽ തട്ടി. ഷർട്ട് കീറി, ഒപ്പം വയറ്റിൽ ചെറിയൊരു മുറിവും ഉണ്ടായി. അതുകൂടി ആയപ്പോൾ ദേഷ്യം വന്നു. കാശി അവൻ്റെ കയ്യിൽ പിടിച്ച് തിരിച്ചു അവൻ്റെ മൂക്കിനിട്ട് കൊടുത്തു. മൂക്കിൽ നിന്നും രക്തം ഒലിച്ചിറങ്ങുമ്പോഴും കാശി ഇടി നിർത്തിയില്ല. ഓരോരുത്തരും അവന് നേരെ പാഞ്ഞു വരുമ്പോഴും അവരിൽ നിന്നെല്ലാം കാശി തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു. ഒപ്പം അവർക്ക് നല്ല ഇടിയും കൊടുത്തു. അപ്പോഴും മനസ്സിൽ പാർവതിക്കൊന്നും സംഭവിക്കല്ലേ എന്നായിരുന്നു. എല്ലാവരും നിലത്ത് റോഡിൽ കിടന്ന് നിലവിളിക്കുമ്പോഴാണ് കാശി ബേക്കിൽ കയറിയിരുന്നത്. അവൻ ഉടനെ തന്നെ പാർവതിയുടെ ഫോണിലേക്ക് വിളിച്ചു. പക്ഷെ ഫോൺ ആരും എടുത്തില്ല. കാശി ദേഷ്യം കൊണ്ട് വിറച്ചു. വീണ്ടും വീണ്ടും വിളിച്ചു കൊണ്ടിരുന്നു. അവസാനം കാൾ കണക്ട് ആയതും കാശി അങ്ങോട്ട് ചാടിക്കയറി പറഞ്ഞു. പാറു, നീ വീട്ടിലില്ലേ? കുഴപ്പം ഒന്നും ഇല്ലല്ലോ. പക്ഷെ അപ്പുറത്ത് നിന്ന് മറുപടി വന്നില്ല, ഒരു തേങ്ങൽ മാത്രം. അതുകൂടെ കേട്ടതും അവന് സമനില തെറ്റി. ഡി, നീ എവിടെ? എന്തിനാ കരയുന്നത്? കാര്യം പറ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോനെ കാശി, മോള് അവിടുന്ന് വന്ന മറുപടിയിൽ നിന്നും കാശിക്ക് മനസ്സിലായി ഫോൺ എടുത്തത് പാർവതിയല്ല എന്ന്. ഒപ്പം ജാനകി പറഞ്ഞ കാര്യങ്ങൾ കൂടി കേട്ടതോടെ കാശിയുടെ രക്തം തിളച്ചു പൊന്തി. അവൻ അവളെ കൊണ്ട് എങ്ങോട്ട് പോകുവാണെന്ന് പറഞ്ഞത്? ഹോസ്പിറ്റലിൽ നിന്നെ കാണാൻ എന്നാ പറഞ്ഞത്. എൻ്റെ മോൾക്ക് എന്തെങ്കിലും ഒന്നും സംഭവിക്കില്ല. ഈ കാശി ജീവനോടെ ഇരിക്കുമ്പോൾ അവളുടെ ദേഹത്ത് ഒരുത്തനും തൊടില്ല. കാശി ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടു. ഋഷിയെ ഓർക്കുമ്പോൾ അവൻ്റെ മുഖം വരിഞ്ഞു മുറുകി. അവനെ കൊല്ലാൻ ഉള്ള ദേഷ്യത്തിൽ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. പാർവതിയുടെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു അവൻ്റെ ഉള്ളിൽ. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നീങ്ങിയതും അവൻ്റെ തലക്ക് പുറകിൽ എന്തോന്ന് ശക്തിയായി വന്നിടിച്ചു. ആ നിമിഷം തന്നെ അവൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി. എങ്കിലും ഉള്ളിൽ ഉയർന്നു വന്ന ദേഷ്യത്തിൽ അവൻ തലയിൽ പിടിച്ച് പതിയെ തിരിഞ്ഞു നോക്കി. കണ്ണിൽ ഇരുട്ട് നിറയുമ്പോഴും അവന് വ്യക്തമായി കണ്ടു ആ രൂപം.
തനിക്ക് ഏറെ പരിചയമുള്ള മുഖം. മനസ്സിൽ തെളിഞ്ഞതും അവൻ ബോധം നശിച്ചു ബൈക്കിൽ നിന്നും താഴേക്ക് വീണു. മുഖത്തേക്ക് വീഴുന്ന വെള്ളത്തുള്ളികൾ ആണ് പാർവതിയെ ബോധം തെളിയിച്ചത്. അടഞ്ഞ കണ്ണുകൾ അവൾ പതിയെ വലിച്ചു തുറന്നു. ഒന്നും വ്യക്തമാവാതെ അവൾ ചുറ്റും നോക്കി. ഒരു മുറിയിൽ ആണെന്ന് മനസ്സിലായി അവൾ പതിയെ എഴുന്നേറ്റിരുന്നു. തലക്ക് കൈ കൊടുത്ത് അവൾ തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നോർത്തു. കാശിക്ക് അപകടം സംഭവിച്ചു എന്ന വാർത്ത മനസ്സിൽ ഓടിയെത്തിയതും അവൾ വേഗം തന്നെ എഴുന്നേൽക്കാൻ നോക്കി. എങ്ങോട്ടാണ്? ഇത്ര തിടുക്കത്തിൽ? ഭർത്താവിനെ കാണാനാണോ? ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പാർവതി കണ്ടു മുറിയുടെ ഒരു ഭാഗത്ത് കസേരയിൽ കാലിൽ കാല് വെച്ചിരിക്കുന്ന ആളെ. അയാളെ ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കിയ പാർവതി ഞെട്ടി. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നു. നീ വിചാരിച്ച ആൾ തന്നെയാണ് പാർവതി. നിന്റെ ഭർത്താവിൻ്റെ ഉറ്റ കൂട്ടുകാരൻ സഞ്ജയ്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആളെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ട പാർവതി പേടിച്ചു പോയി. ഒപ്പം തൻ്റെ അടുത്തേക്ക് നടക്കുന്ന സഞ്ജയെ നോക്കി അവൾ പേടിയോടെ നോക്കി നിന്നു.